Hello guys, welcome back to my channel. So finally Diwali vacation is here. പഞ്ചാബിൽ നിന്ന് നമ്മൾ കേരള പോകാൻ പോവാണ്. 2 days ഉള്ള ലോങ് ട്രെയിൻ ജേർണി ആണ്. നമ്മൾ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. സോ ഹോസ്റ്റലിൽ നമ്മൾ ചെക്കൗട്ടായി. ലെറ്റ് മീ ഷോ യു മൈ ഹോസ്റ്റൽ വൺ ലാസ്റ്റ് മിനിറ്റ് ബിഫോർ ലീവിങ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ പ്ലാൻ. ഫസ്റ്റ് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ബത്തിൻ്റെ പോകണം. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. സോ ഫൈനലി നമ്മൾ ബത്തിൻ്റെ ബസ് സ്റ്റാൻഡിലെത്തി. ഫുൾ ദിവാലി സെലിബ്രേഷൻ മൂഡായിരുന്നു. ബസ് സ്റ്റാൻഡ് ഏരിയ ഫുള്ള് ഈ സ്വീറ്റ് ഷോപ്പൊക്കെ ആയിരുന്നു. ദിവാലി സ്പെഷ്യൽ സ്വീറ്റ്സ് ആയിരുന്നു. ഫുൾ കളർഫുൾ സ്വീറ്റ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ദിവാലി സീസൺ ആയതുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ പീക്ക് ടൈം ആയിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോയി. ദെൻ റോഡ് സൈഡിലൊക്കെ ഫുൾ ദിവാലിയുടെ ലൈറ്റ്സൊക്കെ ആയിരുന്നു. ഷോപ്സിലും വീടുകളിലും സ്ട്രീറ്റിലും ഒക്കെ എല്ലായിടത്തും ഫുൾ ഡെക്കറേഷനൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ രാത്രി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേ ചെയ്തത്. സോ ഇനിയാണ് നമ്മുടെ ട്രെയിൻ ജേർണി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ പഞ്ചാബ് ടു ചെന്നൈയിലേക്ക് ഈ ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ സ്റ്റാർട്ടായി. നമ്മളങ്ങനെ പഞ്ചാബിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീൽഡും സീനറീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വേറൊരു സർപ്രൈസിങ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. ബത്തിൻ്റെ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ കോച്ച് ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു ഫാമിലി മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു പ്രൈവറ്റ് കോച്ച് പോലെയായിരുന്നു. ട്രെയിനിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രം. അപ്പോൾ നമ്മുടേതായിട്ടുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് മാത്രം വേണ്ടിയിട്ടുള്ളൊരു ട്രെയിൻ എന്നുള്ളൊരു വൈബായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിനിലിരുന്ന് സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ജയ്പൂർ എത്താറായപ്പോഴാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജയ്പൂർ എത്തി നമ്മൾ ഫുഡൊക്കെ വാങ്ങി. നമ്മൾ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. അവിടെ നിന്ന് റൈസ് കുറവായിരുന്നു, വലിയ പീസ് ചിക്കനൊക്കെ ആയിരുന്നു. അങ്ങനെ ജയ്പൂരൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോച്ചൊക്കെ ഫുള്ളായി. എൻ്റെ ആ വിഷമൊക്കെ ഇങ്ങോട്ട് മാറി. എന്താ പറയുക, പക്ഷേ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി സെറ്റിലായിരുന്നല്ലോ. MT കോച്ച് എക്സ്പീരിയൻസും കിട്ടി. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ലക്കിയായിരുന്നു. സോ അങ്ങനെ ഈവനിങ് ഒക്കെ ആയി. ട്രെയിനിൽ നമ്മൾ കുറച്ച് നേരം പുറക്കടിച്ചിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീണ്ടും സ്നാക്സൊക്കെ കഴിച്ചു, മൂവിയൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം രാത്രിയായപ്പോൾ നമ്മൾ വേഗം കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടുപേർക്ക് അപ്പർ ബർത്തായിരുന്നു. സോ നമ്മൾ ബെഡൊക്കെ വിരിച്ച് നമ്മൾ വേഗം കിടന്ന് ഉറങ്ങി. സോ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേ, നമ്മുടെ ട്രെയിൻ ജേർണിയുടെ സെക്കൻഡ് ഡേ ആയിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ബിസ്ക്കറ്റും നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും സ്നാക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ചെന്നൈ എക്സ്പ്രസ്സിലാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്നൈ എക്സ്പ്രസ് മൂവി കാണണ്ടേ. അങ്ങനെ നമ്മൾ ചെന്നൈ എക്സ്പ്രസ് മൂവിയൊക്കെ കണ്ടു. നല്ല ഒരു വൈബായിരുന്നു അതിരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്നു. പിന്നെ നമുക്ക് അടുത്ത നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. പിന്നെ നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ വന്നു. അത് നമ്മൾ ബിരിയാണി തന്നെയാണ് വാങ്ങിച്ചത്. ഇന്നലെ ഓർഡർ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിരുന്നു ബിരിയാണി. കുറച്ചും കൂടെ റൈസൊക്കെ കിട്ടിയിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ഒരു മൂവിയൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കിടന്ന് ഉറങ്ങി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. നമ്മുടെ പിറ്റേ ദിവസം, അതായത് നാളെ രാവിലെ നമ്മൾ ചെന്നൈയിലെത്തി. സോ അങ്ങനെ നമ്മൾ ചെന്നൈയിൽ എത്തി. ചെന്നൈ ഇഗ്മോറിലാണ് നമ്മൾ ഇറങ്ങിയത്. നമുക്ക് പിന്നീടുള്ള ട്രെയിനൊക്കെ, കേരളത്തേക്കുള്ള ട്രെയിനൊക്കെ ചെന്നൈ സെൻട്രലിലായിരുന്നു, MGR സെൻട്രലിലേക്കായിരുന്നു. സോ നമ്മൾ ചെന്നൈയിലെത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ഹാപ്പി.